ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. ഇവിടെ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. ഇനി നമുക്ക് വലിയുള്ളിയും തക്കാളിയും അതുപോലെ കറിവേപ്പില, മല്ലിത്താഴ, പച്ചമുളക് ഇവയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം പെരുംജീരകം, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, അതുപോലെ 2 കഷ്ണം തക്കോലം ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ഒരു 4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. അടുത്തതായിട്ട് വലിയുള്ളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വഴറ്റുക കേട്ടോ. ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിത്താഴ ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. തക്കാളിയെല്ലാം നല്ല കുഴഞ്ഞു പോകുന്ന വിധം വഴറ്റുക. അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിപ്പിടിക്കും. ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുഴച്ച് വെക്കുകയാണെങ്കിൽ ആ ചിക്കൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുഴച്ച് വയ്ക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി അടച്ച് വെക്കുക കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ കറിവേപ്പിലയും മല്ലിത്താഴയും ഇട്ട് കൊടുക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്. താങ്ക് യു.